Hi friends, ഞാൻ ഇന്ന് നിങ്ങളെ ഉണ്ടല്ലോ പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇത് നമ്മൾ വെയിറ്റ് ലോസ് ഉദ്ദേശിക്കുന്നവർക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയും വെയിറ്റ് ഗെയിൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വെയിറ്റ് ഗെയിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് പ്രോട്ടീൻ പൗഡർ. അതാണെങ്കിൽ നമ്മൾ കഴിക്കേണ്ട രീതി രണ്ട് ടൈപ്പ് ആണെന്നേ ഉള്ളൂ. വെയിറ്റ് ലോസ് ആണെങ്കിൽ നമ്മൾ വാം വാട്ടറിൽ ഇട്ട് വേണം നമ്മൾ കഴിക്കാൻ. വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ നമ്മൾ മിൽക്കിനകത്ത് ഇടുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഷുഗറും അല്ലാണ്ട് നമ്മളെന്തോ കാർബോഹൈഡ്രേറ്റും എല്ലാം കൂടെ നമ്മൾ കൂടെ കഴിക്കുമ്പോഴാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നത്. വെയിറ്റ് ലോസ് ആകുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്യണം, ഷുഗറും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്തേക്കുന്നത് കാഷ്യൂനട്ട് ആണ്. ഇതൊരു 250 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്തേക്കുന്നത് കാഷ്യൂനട്ട് ആണ്. കാഷ്യൂനട്ട് ആണെങ്കിൽ ഒരു 250 ഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ എടുത്തേക്കുന്നത് ഒരു വാൾനട്ട് ആണ്. വാൾനട്ടിന്റെ ഇതും 250 ഗ്രാം തന്നെയാണ്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും ഒരു 100 ഗ്രാം വീതം എടുത്താൽ മതി. അടുത്തായിട്ട് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ആൽമണ്ട് ആണ്. ആൽമണ്ട് ഒരു 250 ഗ്രാം ആണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്ക് വേണ്ടത് ചിയ സീഡ്. ഇത് ചിയ സീഡ് 100 ഗ്രാമിന്റെ നമുക്ക് പാക്കറ്റ് കിട്ടുന്നതാണ്. നമുക്ക് ഇത്രയും തന്നെ മതി. നമുക്ക് വേണ്ടത് ഫോക്സ് സീഡ് ആണ്. ഫോക്സ് സീഡും 100 ഗ്രാമിന്റെ ആണ്. നമ്മൾ അടുത്തായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് പംകിൻ സീഡാണ്. പംകിൻ സീഡ് നമ്മളാണെങ്കിൽ 100 ഗ്രാം മതി. നമ്മൾ അടുത്ത് ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ സീഡാണ്. ഇത് 100 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ആണ്. അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പിസ്തയാണ്. ഇത് 15 ഗ്രാം ആണ്. 15 ഗ്രാമിന്റെ പാക്കറ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സീസം സീഡ്, അതായത് നമ്മുടെ എള്ളുണ്ടല്ലോ, ഇത് വെള്ള എള്ളാണ്. നമ്മുടെ ബ്ലാക്ക് എള്ളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് 200 ഗ്രാം ആണ്. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ് ആണ്. ഇതൊക്കെയാണെങ്കിൽ ഹൈ പ്രോട്ടീൻ ആണ് വരുന്നത്. ഇതും 100 ഗ്രാമിന്റെ പാക്കറ്റാണ്. അടുത്ത് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് പീനട്ട് ആണ്. അതായത് നമ്മുടെ കപ്പലണ്ടി അല്ലെങ്കിൽ കടലയെന്ന് പറയും വേറെ നാട്ടിലൊക്കെ. ഇത് നമുക്കാണെങ്കിൽ ഇത് 1/2 കിലോയുടെയാണ്. അത്രയും നമുക്ക് വേണ്ട, ഒരു ഹാഫ് മതി. പിന്നെ നമുക്ക് വേണ്ടത് ചനാദാൽ, അതായത് നമ്മുടെ കടലപ്പരിപ്പാണ്. നമുക്ക് ഇത്രയും വേണ്ട, ഇതിന്റെ ഒരു 1/4 ഭാഗം മതി കേട്ടോ. അതായത് ഒരു 2 കപ്പ് അത്രയും മതി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇതിന്റെ കൂടെ നമുക്ക് ചേർക്കാനുള്ള ഒരു കാര്യങ്ങളുണ്ട്, ഓട്സ്. അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതുണ്ടല്ലോ റോസ്റ്റ് ചെയ്യണം. ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് നമുക്ക് റോസ്റ്റ് ചെയ്യണം. റോസ്റ്റ് ചെയ്തിട്ട് നമുക്കാണെങ്കിൽ ഇതെല്ലാം പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്, ചെറുതായിട്ട് തണുത്തിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും റോസ്റ്റ് ചെയ്യാനെടുക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ ഉണ്ടല്ലോ ഇത്രയും നട്ട്സ് ആണ് നമ്മളാണെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഹൈ പ്രോട്ടീൻ പൗഡറാണ് ഉണ്ടാക്കുന്നത്. പ്രോട്ടീൻ പൗഡറിന് വേണ്ടി നമുക്ക് ഇതെല്ലാം ഇത്രയും നമുക്ക് ആവശ്യമാണ്. കപ്പലണ്ടി ഹാഫ് എടുത്തിട്ടുള്ളൂ കേട്ടോ. 500 ഗ്രാം നമ്മൾ എടുത്തിട്ടില്ല, ഹാഫ് എടുത്തിട്ടുള്ളൂ. കടലപ്പരിപ്പ് ഞാൻ പറഞ്ഞ 2 പിടിയേ എടുത്തിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇത് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ആൽമണ്ട് ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. ഇനി ഇതാണെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോവാതെ നമുക്കത് മൂത്ത് കിട്ടണം, ഒന്ന് റോസ്റ്റ് ആയിട്ട് കിട്ടണം. എന്നാലേ ഇത് പൊടിയത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എണ്ണമയം ഒക്കെ ഉണ്ടല്ലോ, അതാണെങ്കിൽ നമുക്ക് പൊടി നന്നായിട്ട് ഇതാവത്തില്ല. അപ്പം നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതുതന്നെ അതിൽ റോസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ പ്രോട്ടീൻ്റെ ലെവലും കൂടും. അല്ല, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, കളർ ചേഞ്ച് ആയിട്ടുണ്ട്, നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിന് ഞാൻ ഉദ്ദേശിക്കുന്നത് പത്രപ്പേപ്പർ ഇട്ടിട്ട് അതിലോട്ട് നിരത്തി ഇടാവുന്നതാണ്. കാരണം എന്നാലേ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ചൂട് പോയി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ആൽമണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നമുക്ക് സൺഫ്ലവറിന്റെ സീഡ് ഉണ്ടല്ലോ, അത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂര്യകാന്തിയുടെ സൺഫ്ലവറിന്റെ സീഡ് ഉണ്ടല്ലോ ഇട്ടിട്ടുണ്ട് റോസ്റ്റ് ആവാൻ. ഇതിനകത്ത് കുറച്ച് മത്തന്റെ അരിയും കൂടെ വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, കാരണം അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരുമിച്ചിട്ടപ്പോൾ അത് ഒരുമിച്ചായതാണ്. അപ്പോൾ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുക. കണ്ടോ, നമ്മുടെ സൺഫ്ലവർ സീഡും നന്നായിട്ട് റോസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് പത്രപേപ്പറിലോട്ട് തന്നെ മാറ്റാം. ഇതെല്ലാം തണുത്തിട്ടാണ് നമ്മളിനി പൊടിച്ചെടുക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മാറ്റുവാണ് കേട്ടോ, കാരണം ഒത്തിരി നേരം കിടന്നാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് റോസ്റ്റഡ് ആയിട്ട് കിട്ടിയാൽ മതി, ഒരുപാട് അങ്ങ് ഇതാവുകയും വേണ്ട. അപ്പോൾ നമ്മളിത് മാറ്റുക കേട്ടോ. നമ്മൾ നമ്മുടെ മത്തൻ്റെ കുരു ഇട്ട് കൊടുക്കുവാണ്. ഒത്തിരി കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം ഓൾറെഡി പാത്രം നന്നായിട്ട് ചൂടാണ്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടിരിക്കുക. മത്തൻ്റെ കുരു ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ പൊട്ടുമ്പോൾ നമുക്കറിയാം ഇതാണല്ലോ മൂപ്പാവുന്നത്. ഇങ്ങനെ കാണാലോ, ഇങ്ങനെ പൊട്ടി വരും കേട്ടോ.
ഇതിൻ്റെ കുരുവായിട്ടുണ്ട്. ഇതിന് നമ്മളാണെങ്കിൽ ഇതിലോട്ട് മാറ്റുക, സെപ്പറേറ്റ് മാറ്റുക കേട്ടോ. നമ്മളുണ്ടല്ലോ ഉണ്ടാക്കാൻ പോകുന്നത് വാൽനട്ടാണ്. വാൽനട്ടും അതുപോലെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടിന്യൂസ് തന്നെ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ചട്ടിയുടെ കളർ ഇങ്ങനെ ആവുന്നത്. കാരണം നമുക്കിത് മാറ്റി അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കണ്ടിന്യൂസ് തന്നെ ചെയ്തു പോകണം. നമ്മുടെ വാൽനട്ട് ഇവിടെ ആയിട്ടുണ്ട്. വാൽനട്ടിനെ നമുക്ക് നോക്കി അറിയാം, കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് നമുക്ക് അയക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും നമുക്കാണെങ്കിൽ ആ പേപ്പറിലോട്ട് താക്കാം. അടുത്തായിട്ട് നമ്മളുണ്ടല്ലോ ഇതിനകത്തോട്ട് പിസ്തയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പിസ്ത ഗ്രീൻ ഇല്ലേ, പിസ്തയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ പിസ്ത ഉണ്ടല്ലോ ഇച്ചിരിയേ ഉള്ളല്ലോ, ഒത്തിരി ഒന്നുമില്ല, 50 ഗ്രാമേ ഉള്ളൂ. അപ്പം ഇത് ഓൾറെഡി നമ്മുടെ തോടെല്ലാം കളഞ്ഞാണ്ട് പെട്ടെന്ന് മൂക്കും. അപ്പം പെട്ടെന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പിസ്ത ആയിട്ടുണ്ട് കണ്ടോ, നമുക്ക് നോക്കി അറിയാലോ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മളാണെങ്കിൽ ഇത് മാറ്റുവാണ്. എന്നിട്ട് നമ്മളാണെങ്കിൽ അടുത്തത് നമ്മുടെ കാഷ്യൂനട്ട് ഉണ്ടല്ലോ, കാഷ്യൂനട്ട് മൂപ്പിക്കാൻ പോവാണ്. അടുത്തായിട്ട് നമുക്കുണ്ടല്ലോ നമ്മുടെ കാഷ്യൂടെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കാഷ്യൂ ആണെങ്കിലും കണ്ടില്ലേ റോസ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി നേരം കൂടെ കിടന്നോട്ടെ, അത് കഴിയുമ്പോൾ നമ്മളാണെങ്കിൽ മാറ്റുവാണ്. അപ്പം നമ്മുടെ കാഷ്യൂ മൂത്തിട്ടുണ്ട്. ഈ ഒരു മൂപ്പൊക്കെ മതി, ഒരുപാടൊന്നും ആവണ്ട. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ മൂപ്പിക്കുന്നത് നമ്മുടെ ആണെങ്കിൽ ഫ്ലാക്സ് സീഡാണ്. നമ്മൾ ഇത്രയും നേരം മൂപ്പിച്ചെടുത്തെല്ലാം കൂടെ ഒരു ട്രേക്കകത്താക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ റോസ്റ്റ് ആകുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടുന്നത് കാണാം. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇങ്ങനെ പൊട്ടി വരും. അതിനനുസരിച്ച് അടുത്ത ഇതാണെങ്കിൽ മൂപ്പായിട്ടുണ്ടെന്നാണ്. നമ്മുടെ ഫ്ലാക്സ് സീഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മാറ്റുവാണ്. അടുത്തായിട്ട് നമ്മളുണ്ടല്ലോ കപ്പലണ്ടിയാണ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ കപ്പലണ്ടി ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത്. ചിലയിടത്താണെങ്കിൽ കടലയെന്നാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ മിക്കവാറും ബാക്കി തർക്കം ഉണ്ടാകുന്നത് ഈ കപ്പലണ്ടിയുടെ കയ്യിലായിരുന്നു. കാരണം ഒരു സൈഡുകാർ ഇതിനെ കപ്പലണ്ടിന്ന്, ഒരു സൈഡുകാർ എപ്പോഴും കടലയെന്ന് പറയത്തുള്ളൂ. ചുമ്മാ തമാശക്കാണ്. കോളേജ് ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണല്ലോ. പിന്നെ നമ്മളത് അതിൻ്റെ മെമ്മറീസ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണും. പിന്നെ അതുപോലെ തന്നെ ഞാൻ മേടിച്ചേക്കുന്ന പച്ചക്കപ്പലണ്ടിയാണ് കേട്ടോ. പച്ചക്കപ്പലണ്ടി മേടിച്ച് റോസ്റ്റ് ചെയ്യുക കേട്ടോ, അതാണ് നല്ലത്. ഞാനാണ് ഇത് മൂന്നും കൂടി ഒരുമിച്ചാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്തായാലും ഒരുമിച്ചിട്ട് പൊടിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ വെള്ള എള്ളും പിന്നെ ആണെങ്കിൽ ചിയ സീഡും പിന്നെ അതുപോലെ പരിപ്പ്, ഇത് മൂന്നും കൂടി ഒരുമിച്ചിട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ കപ്പലണ്ടി ഇവിടെ ആയിട്ടുണ്ട്. നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ കപ്പലണ്ടി ഇവിടെ റെഡിയായി. അപ്പം ഇനി ഇത് നമുക്ക് മാറ്റാം. കാരണം ഇതുപോലെ കളർ ചേഞ്ച് ആവും കേട്ടോ, അങ്ങനെ നമ്മൾ മാറ്റേണ്ടത്. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യാനിടുക കേട്ടോ. അപ്പം നമ്മുടെ പരിപ്പും അതുപോലെ തന്നെ എള്ളും ചിയ സീഡും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ സെപ്പറേറ്റ് മാറ്റാം. എടുക്കാൻ പോകുന്നത് 1 കപ്പ് ഓട്സ് ആണ്. ഓട്സ് ഒന്ന് മൂത്ത് കിട്ടാൻ ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഓട്സ്. അപ്പം നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുണ്ടല്ലോ ഇനി ഫോക്സ് സീഡ് അതുപോലെ തന്നെ ഓട്സ് കൂടെ മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ഇതൊന്ന് ആറാൻ വെക്കുക. ആറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഓട്സിന്റെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഓട്സും മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ആയതുകൊണ്ടല്ലോ കരിഞ്ഞു പോകും. അപ്പം നമുക്ക് ഇതും വേറൊരു പാത്രത്തിലോട്ട് നീക്കാം. ഫോക്സ് സീഡ് വറക്കാനുള്ള നെയ്യാണെങ്കിൽ 1 സ്പൂൺ മതി. ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് നമ്മളാണെങ്കിൽ സീഡ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഫോക്സ് സീഡ് ഇടാൻ പോവാണ്. സമയം കൂടെ മതി ഇത് മൂത്ത് കിട്ടാൻ വേണ്ടി. അപ്പം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഏകദേശം നല്ല പൊട്ടി തുടങ്ങും, അന്നേരമാണ് ഇതിന്റെ പാകമാകുന്നത്. നമ്മുടെ ഫോക്സ് സീഡ് ആണെന്നുണ്ടല്ലോ മൂത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കണ്ടോ, ഇങ്ങനെ നല്ല ക്രഞ്ചി ആയിട്ടാകുമ്പോൾ ഉണ്ടല്ലോ നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ എല്ലാ നട്ട്സും നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി നിങ്ങളെ ഉണ്ടല്ലോ പൊടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ചെടുത്തിട്ട് കുറച്ചെടുത്തിട്ട് നമ്മൾ പൊടിക്കാൻ തുടങ്ങുവാണ്. അപ്പം ഇത് മൊത്തം ഇനി ബാക്കി പൊടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന നമുക്കുണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ, ഉടച്ചെടുത്താൽ മതി. ഇതുകൊണ്ടല്ലോ നമ്മൾ ഓൾറെഡി ഫ്ലാക്സ് സീഡൊക്കെ ഉള്ളതുകൊണ്ട് ഫ്ലാക്സ് സീഡും ഇതെല്ലാം കൊണ്ട് ഓയിലി ഇത് ബോട്ടിലോട്ട് മാറ്റാം. ഫൈനലി നമുക്ക് ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കുണ്ടല്ലോ
എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കുപ്പി മാത്രം വെളിയിൽ വെച്ചിട്ട് ബാക്കി നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുവാണ് പ്രോട്ടീൻ പൗഡർ എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതിനകത്ത് എന്തെങ്കിലും മായം ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഡയറ്റൊക്കെ എടുക്കുന്നവരെ വെയിറ്റ് ലോസ് ചെയ്യാനുള്ളതാണെങ്കിലും വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ളതാണെങ്കിലും എടുക്കുന്ന ആൾക്കാർ വീട്ടിൽ തന്നെ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നെൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻ്റ് ഇടണം. അതോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നിങ്ങളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം കാണാൻ മറക്കരുത്. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.